നമസ്കാരം. എല്ലാ വർഷവും മെയ് 22-നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക ജൈവവൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. UN അസംബ്ലിയുടെ 2ാം കമ്മിറ്റി മുൻകൈയെടുത്ത് 1993 മുതൽ 2000 വരെ ഡിസംബർ 29-ന് നടത്തപ്പെട്ടിരുന്ന കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന ദിനാഘോഷം ഫലപ്രദമായി ആഘോഷിക്കപ്പെട്ടു. തുടർന്ന് 2000 ഡിസംബർ 20-ന് ആഘോഷിച്ചിരുന്ന ഈ ദിനം ഡിസംബറിൽ അവധി ദിവസങ്ങൾ കൂടുതലാണ് എന്ന കാരണത്താൽ മെയ് 22-ലേക്ക് മാറ്റപ്പെട്ടു. ജൈവവൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് 2011 മെയ് മാസത്തിൽ ഇന്തോനേഷ്യൻ വനം വകുപ്പ് മന്ത്രി 120 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള ശിവാലൻ മേലാപ്പ് പാത ഉദ്ഘാടനം ചെയ്തു. സസ്യങ്ങൾ, മൃഗങ്ങൾ, മത്സ്യം, വന ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി ജൈവവൈവിധ്യത്തിൻ്റെ സമൃദ്ധമായ ഉറവിടം ദ്വീപുകൾ നൽകുന്നതിനാൽ 2014-ൽ ദ്വീപ് ജൈവവൈവിധ്യത്തിൻ്റെ തീം തിരഞ്ഞെടുത്തു. പല തദ്ദേശീയ പഴങ്ങളും പല പച്ച ഇലക്കറികളും സൂക്ഷ്മ പോഷകങ്ങളാൽ സമ്പന്നമാണ്. പസഫിക് കമ്മ്യൂണിറ്റി സെക്രട്ടേറിയറ്റിൻ്റെ കണക്കനുസരിച്ച് ഓരോ 3 മരണങ്ങളിൽ 2 എണ്ണം സാംക്രമികേതര രോഗങ്ങൾ കാരണമാകാം. ഉയർന്ന സംസ്കരിച്ച ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഭക്ഷണക്രമത്തിലെ മാറ്റത്തിൻ്റെ ഫലമായി ഇവ സംഭവിക്കാം. അതേസമയം പ്രാദേശിക വിളകളെ പ്രാദേശിക ഭക്ഷണത്തിൽ ഉപേക്ഷിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അനന്തരഫലമായി 2014 മെയ് മാസത്തിൽ എത്യോപ്യയിലെ അഡീസ് അബാബയിൽ നടന്ന ദ്വീപ് പ്രതിനിധികളുടെ യോഗം ഭക്ഷണ വൈവിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ ഗവേഷണത്തിനും നയപരമായ നടപടികൾക്കും ഗൗരവമായ പരിഗണന നൽകണമെന്ന് ഊന്നി പറഞ്ഞു. എല്ലാ വർഷവും ജൈവവൈവിധ്യ ദിനാചരണത്തിന് ഓരോ പ്രമേയം അവതരിപ്പിക്കുന്നു. 2024-ലെ പ്രമേയം പദ്ധതിയുടെ ഭാഗമാകൂ എന്നതാണ്. നന്ദി, നമസ്കാരം.